CPI ജനറൽ സെക്രട്ടറിയായി D. രാജ തുടരും. കേരളത്തിൽ നിന്നും P. സന്തോഷ് കുമാറും K. പ്രകാശ് ബാബുവും ദേശീയ സെക്രട്ടേറിയറ്റിൽ എത്തുമെന്നാണ് സൂചന. TJ ആഞ്ചലോസ് ദേശീയ കൗൺസിലിൽ എത്തുമ്പോൾ VS സുനിൽകുമാറിനെ ഇത്തവണയും ഒഴിവാക്കി. പ്രായപരിധിയിൽ ആർക്കും വിട്ടുവീഴ്ചയില്ലെന്ന് കേരള ഘടകം ആവർത്തിച്ചു പറഞ്ഞ പാർട്ടി കോൺഗ്രസിൽ 4 മണിക്കൂറോളം നീണ്ട ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് D. രാജയ്ക്ക് ഇളവ് നൽകാൻ ധാരണയിലെത്തിയത്. ദേശീയ സെക്രട്ടേറിയറ്റിൽ പ്രായപരിധി പിന്നിട്ട K. നാരായണ അടക്കമുള്ള നേതാക്കൾ പടിയിറങ്ങുന്നതായി അറിയിച്ചപ്പോൾ D. രാജ തുടരാൻ താൽപര്യം പ്രകടിപ്പിച്ചു. തുടർന്ന് യോഗം ഐകകണ്ഠമായി ഇത് അംഗീകരിച്ചു. ഇളവ് D. രാജയ്ക്ക് മാത്രമെന്ന് ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞ കാര്യം നടപ്പിലാക്കി. ഇന്നലെ കൂടിയ യോഗത്തിലെ ധാരണകൾ വേണ്ടി വന്നാൽ ഒരളവുണ്ടാകും ഒരാൾക്ക്. ആരെയും സന്തോഷിപ്പിക്കാനോ ലക്ഷ്യമിടാനോ അല്ല പാർട്ടി കോൺഗ്രസ് ചേരുന്നതെന്ന് ആനി രാജ. ഒരു സമ്മേളനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നുമുള്ളത്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൗൺസിൽ യോഗത്തിൽ D. രാജയെ ജനറൽ സെക്രട്ടറിയായി ഔപചാരികമായി തെരഞ്ഞെടുക്കും. പാർട്ടി കോൺഗ്രസ് പൂർത്തിയാകുന്നതുവരെ പ്രതികരിക്കാനില്ലെന്ന് D. രാജ. General Secretary, I should not speak on such matters when Congress is going on. 4 പേർ ഒഴിയുന്ന ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് കേരളത്തിൽ നിന്നും K. പ്രകാശ് ബാബു, P. സന്തോഷ് കുമാർ എന്നിവർ എത്തുമെന്നാണ് സൂചന. ദേശീയ കൗൺസിലിൽ നിന്നും E. ചന്ദ്രശേഖരൻ ഒഴിയുമ്പോൾ പകരം ആലപ്പുഴ മുൻ സെക്രട്ടറി TJ ആഞ്ചലോസ്, കാസർഗോഡ് മുൻ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്നിവരെയാണ് കേരള ഘടകം നിർദ്ദേശിച്ചത്. എന്നാൽ ദേശീയ കൗൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന VS സുനിൽകുമാറിനെ ഇത്തവണയും തഴഞ്ഞു. D. രാജയുടെ കാര്യത്തിലെ വിട്ടുവീഴ്ചയൊഴിച്ചാൽ മറ്റെല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കാൻ പാർട്ടി കോൺഗ്രസിന് കഴിഞ്ഞു. പാർട്ടിയെയും ഇടതുപക്ഷത്തെയും ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എത്രത്തോളം വിജയകരമായി നടപ്പാക്കാനാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും ഈ പാർട്ടി കോൺഗ്രസ് ചരിത്രത്തിൽ ഇടം പിടിക്കുക. ചണ്ഡീഗഡിലെ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.